നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്നത്തെ വിപണി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റബ്ബറിന് വില കൂടി, വെളിച്ചെണ്ണയ്ക്കും കൊപ്രയ്ക്കും വില കുറഞ്ഞു, കൊക്കോയ്ക്കും ഏലത്തിനും തിരിച്ചടി. ആഗോള കൊക്കോ കർഷകരെ ഞെട്ടിച്ച് ഉൽപ്പന്ന വില വീണ്ടും ഇടിഞ്ഞു. ചോക്ലേറ്റ് വ്യവസായികളിൽ നിന്നുള്ള ആവശ്യം കുറഞ്ഞത് വില തകർച്ച രൂക്ഷമാക്കുന്നു. പശ്ചിമ ആഫ്രിക്കയിൽ ഉൽപ്പാദനം ഉയരുമെന്ന സൂചനകളെ തുടർന്ന് 2024 ജനുവരിക്ക് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലവാരത്തിലേക്ക് കൊക്കോ വില കഴിഞ്ഞ രാത്രി ഇടിഞ്ഞു. യൂറോപ്പിൽ ചോക്ലേറ്റ് വിൽപ്പന ചുരുങ്ങിയെന്ന കാരണം ഉയർത്തിപ്പിടിച്ചാണ് വ്യവസായികൾ സംഭരണം കുറച്ചത്. ഉൽപ്പാദനത്തിൽ മുന്നിലുള്ള ഐവറി കോസ്റ്റിന്റെ കയറ്റുമതി ജനുവരി 12 മുതൽ 18 വരെയുള്ള കാലയളവിൽ 37,000 ടണ്ണായി ഉയർന്നു. വിളവെടുപ്പിന് ഒരുങ്ങുന്ന അവസരത്തിൽ കയറ്റുമതി വർദ്ധിച്ചതിനാൽ വരുന്ന 2 മാസങ്ങളിൽ ചരക്ക് ലഭ്യത ഗണ്യമായി ഉയരാം. ന്യൂയോർക്കിൽ കൊക്കോ ടണ്ണിന് $4,648 ഇടിഞ്ഞു. കഴിഞ്ഞ ജനുവരിയിൽ വില $9,000 ആയിരുന്നു. യൂറോപ്പിലും ഏഷ്യയിലും കൊക്കോ സംസ്കരണ കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണ്. മധ്യ കേരളത്തിൽ പച്ച കൊക്കോ 140 രൂപയിലും പരിപ്പ് 380 രൂപയിലുമാണ്. ഏലക്ക ലേലത്തിൽ ആഭ്യന്തര വിദേശ വാങ്ങലുകാരുടെ പിന്തുണ ലഭ്യമായിട്ടും ഉൽപ്പാദകരുടെ പ്രതീക്ഷയ്ക്കൊത്ത വില ഉറപ്പുവരുത്താനായില്ല. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ലേലത്തിലുള്ള ചരക്ക് വരവ് കുറഞ്ഞത് വിലക്കയറ്റത്തിന് വഴിതെളിക്കുമെന്നാണ് കാർഷിക മേഖല കണക്ക് കൂട്ടിയത്. എന്നാൽ വാങ്ങലുകാർ കരുതലോടെ നീങ്ങിയതിനാൽ ശരാശരി ഇനങ്ങൾ കിലോ 2,445 രൂപയിൽ നിലകൊണ്ടു. മികച്ച ഇനങ്ങൾ 2,989 രൂപയിൽ ലേലം ഉറപ്പിച്ചു. മൊത്തം 21,251 കിലോഗ്രാം ഏലക്ക വന്നതിൽ 20,628 കിലോയും വിറ്റഴിഞ്ഞു. കൊച്ചിയിൽ വെളിച്ചെണ്ണ വില വീണ്ടും ക്വിൻ്റലിന് 200 രൂപയും കൊപ്രയ്ക്ക് 100 രൂപയും ഇടിഞ്ഞു. തമിഴ്നാട്ടിലും നാളികേര ഉൽപ്പന്നങ്ങളുടെ വില കുറഞ്ഞു. ഉൽപ്പാദനം ഉയരുമെന്ന വിലയിരുത്തലുകൾ മുൻനിർത്തി വിളവെടുപ്പ് പരമാവധി വേഗത്തിലാക്കാനുള്ള ശ്രമത്തിലാണ് ഒരു വിഭാഗം കർഷകർ. റബ്ബറിൻ്റെ ഇലയെല്ലാം പൊഴിഞ്ഞു. റബ്ബർ തളുക്കാൻ തുടങ്ങുന്ന സമയത്ത് റബ്ബറിൻ്റെ ഉൽപ്പാദനം വളരെ കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ റബ്ബറിന് ഇപ്പോൾ വളരെയേറെ ക്ഷാമം നേരിട്ടിരിക്കുകയാണ്. റബ്ബർ ക്ഷാമത്തിനിടയിൽ ഷീറ്റ് വില വർദ്ധിച്ചു. മുഖ്യ വിപണികളിൽ 4ാം ഗ്രേഡ് കിലോ 195 രൂപയിലും 5ാം ഗ്രേഡ് 190 രൂപയിലും വ്യാപാരം നടന്നു. ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.